നബിയോടുള്ള മഹബത്ത് ഈമാനുള്ളവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. മദീന അഭയകേന്ദ്രമായി ഈമാനുള്ളവർ വിശ്വസിക്കുന്നു. മദീനയാണ് അവന്റെ ലക്ഷ്യം. മദീനത്ത് സിയാറത്ത് പോയി പുന്നാര നബിയുടെ ചാരത്ത് നിൽക്കാൻ കൊതിക്കാത്തവരാരാണുള്ളത്? മുത്തുനബിക്ക് സലാം പറയുമ്പോൾ ആ സലാം പറയുന്ന ആ ഭാഗത്തേക്ക്, മദീനയുടെ ഭിത്തിയുടെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു ബൈത്ത് എഴുതിയിട്ട് കാണാൻ കഴിയും. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ ആ ഭിത്തിയിൽ എഴുതിയ വരി ആ ഖബർ ഷരീഫിൽ കിടക്കുന്ന നബിയെ വിളിച്ച് സഹായം തേടുന്നതാണ്. ആ വരി ഇപ്പോഴും അവിടെ സിയാറത്തിന് പോകുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും. നബിയോടുള്ള മഹബത്ത് നബിയെ വിളിച്ച് സഹായം തേടുന്നതാണ് ഏറ്റവും വലിയ മഹബത്ത്. നമുക്കൊരാളോട് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ നമ്മൾ എപ്പോഴും പറയും, അവരോട് നമ്മൾ സഹായം തേടും, അവരെ കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത. നോക്കൂ നിങ്ങൾ, യാ ഖൈറ മൻ ദുഫിനത്, യാ എന്ന് പറയുന്ന ആ അക്ഷരം അറബിയിൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ്. യാ ഖൈറ മൻ ദുഫിനത്. പുന്നാര നബിയുടെ ഖബർ ഷരീഫിൽ, റൗള ഷരീഫിൽ മറവ് ചെയ്യപ്പെട്ട അവിടെ ഉള്ള നബിയെ, ആ മുത്തുനബിയെ വിളിച്ച് സഹായം തേടുന്ന ഒരു വരിയാണ്, ഇസ്തിഗാത്ത നടത്തുന്ന വരിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുന്നാര നബിയോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്. പുന്നാര നബിയോട് വിളിച്ച് സഹായം തേടുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. നോക്കൂ, റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. ഇന്ന് റബീഉൽ അവ്വൽ 1 ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പുന്നാര നബിയെ, ഞാൻ എണ്ണമില്ലാത്ത അറ്റമില്ലാത്ത പാപങ്ങൾ ചെയ്തു പോയി. ഞാൻ അങ്ങയിലേക്ക് അന്യായം ബോധിപ്പിക്കുന്നു, ആവലാതി ബോധിപ്പിക്കുന്നു. നബിമാരിൽ ഏറ്റവും ഉത്തമരായ നബിയെ എന്ന് ആ നബിയെ വിളിച്ച് പദ്യ രൂപത്തിൽ നബിയോട് ഇസ്തിഗാത്ത നടത്തുന്നത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്ന വിവരമില്ലാത്ത ആളുകളുണ്ട്. അതിൽ നിങ്ങൾ ആരും പെട്ടുപോകരുത്. അതിനാണ് ഞാൻ ആദ്യം തന്നെ മുത്തുനബിയുടെ റൗള ഷരീഫിൽ മദീനയിലെ ആ പച്ചക്കുപ്പയുടെ ചാരത്ത് മുത്തുനബി കിടന്നുറങ്ങുന്ന ആ അതിന്റെ ഭിത്തിയിൽ യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമുഹു എന്ന് പറയുന്ന ബൈത്ത്, നബിയോടുള്ള സഹായം തേടിയുള്ള ബൈത്ത് രേഖപ്പെടുത്തി വെച്ചു.